വീണ്ടും ഒരു മഹാമാരി എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ വിറപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിൽ ആഞ്ഞു വീശുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയെ വിറപ്പിച്ച് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കരതൊടുകയും ചെയ്തു. കരയിലേക്ക് അടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമായാണ് വിതച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്വീൻസ്ലാൻഡിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ 3,16,540 ആളുകൾക്കാണ് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡ് തീരത്തെത്തിയത്. ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്തുകൊണ്ട് 16 ദിവസത്തെ മുന്നറിയിപ്പിന് ശേഷമാണ് ആൽഫ്രഡ് എന്ന ഭീമൻ കാറ്റ് കരതൊടുന്നത്. കനത്ത മഴ, നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ്, തീരദേശ തീരമാലകളുടെയും ആഘാതം എന്നിവ വരും ദിവസങ്ങളിൽ തുടരുമെന്നും ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 90 കിലോമീറ്റർ ശക്തിയിലാണ് ആൽഫ്രഡ് കരയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ബ്രിസ്ബെയിൻ വിമാനത്താവളം സർവീസുകൾ കനത്ത കാറ്റിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വിശദമായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 1000-ലേറെ സ്കൂളുകൾക്ക് ചുഴലിക്കാറ്റ് പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയ അവധി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമാണ് ബ്രിസ്ബെയിൻ. വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയത്. 16 ദിവസം എടുത്താണ് ചുഴലിക്കാറ്റ് കരതൊടുന്നത്. ഈ സമയത്തിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പിൽ പിൻവലിക്കാത്തതിന്റെ കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിലും ഏകദേശം 200 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് 50 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് വീശുന്നത്. സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറുള്ളത്. 1974-ലെ ട്രോപ്പിക്കൽ സൈക്ലോൺ സോയ് ആയിരുന്നു ഏറ്റവും ഒടുവിൽ മേഖലയിൽ ചുഴലിക്കാറ്റായി വന്നത്. ഇതിനു പുറമെ ഒട്ടും മനസ്സിലാകാത്ത പ്രകൃതമാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് ആദ്യം വിലയിരുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇത് വെള്ളിയാഴ്ചയാകും, അതിനുശേഷം ശനിയാഴ്ചയാകാനും സാധ്യതയുണ്ടെന്ന് ഈ ഒരു പ്രാകൃതത്തിൽ വ്യക്തമാവുകയും ചെയ്തു. ജനങ്ങൾ എല്ലാം ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നും ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്.